ഇവിടെ കാണിക്കുന്ന ഈ പുതിയ പാലം എന്ന് പറയുന്ന പാലം ആർക്കൊക്കെ പരിചയമുണ്ട്? അങ്ങനെ പരിചയമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ചെറുപ്പത്തിലും എൻ്റെ അമ്മ ചെറുപ്പത്തിലും പോയിക്കൊണ്ടിരുന്ന ഒരു പാലമായിരുന്നു കേട്ടോ അത്. ഞാനൊരു സ്കൂൾ കാലഘട്ടം വരെ ഞാൻ പുതിയ പാലത്തായിരുന്നു താമസം ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു സ്കൂൾ ആ ലെവൽ വരെ. അപ്പം ഇതിലൂടെയാണ് എനിക്ക് ട്യൂഷന് പോകുന്ന നമ്മൾ മിംസ് കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പുതിയ പാലത്ത് നിന്ന് നമുക്ക് പോകാൻ പറ്റുന്ന ഒരേ ഒരു റൂട്ട് ഇതായിരുന്നു. ഇതിലൂടെ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് പോയതെന്ന് ഇപ്പോഴും എനിക്കത് ഓർമ്മയിലുണ്ട്. അത്രയ്ക്ക് എന്താ പറയുക, ഒരു ബൈക്കിന് പോയി കഴിഞ്ഞാൽ വേറെ ബൈക്കിന് പോയിട്ട് നമുക്ക് നടക്കാൻ വരെ സൗകര്യം ഇല്ലാത്തൊരു പാലമായിരുന്നു ഇത്. പക്ഷേ അവിടെയുള്ളവർ എല്ലാവരും തന്നെ, അവിടെയുള്ളവർ മാത്രമല്ല, പെട്ടെന്ന് അതിലൂടെ പോയിട്ട് മിംസിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നവരും ഒക്കെ ആ ഒരു ബൈപ്പാസിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. അപ്പോൾ അത് ഇത്രത്തോളം മാറി ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എൻ്റെ വയസ്സല്ല, എൻ്റെ അമ്മയുടെ വയസ്സ് അതിനേക്കാളും ഉണ്ട് ആ ഒരു പാലത്തിൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് പഴക്കമുള്ളൊരു പാലമായിരുന്നു. അമ്മേനേക്കാളും അമ്മച്ചനൊക്കെ ഉള്ളപ്പോൾ എൻ്റെ അമ്മച്ചനൊക്കെ അതിലൂടെയായിരുന്നു എപ്പോഴും ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താ പറയുക, ഭയങ്കര എന്താ പറയുക, സ്ട്രഗിൾ ചെയ്തിട്ട് പോയിക്കൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു. രണ്ടുപേർക്ക് നെഞ്ചു പിടിച്ച് നടക്കാൻ പോലും പറ്റാത്തൊരു സ്ഥലമായിരുന്നു. അതിങ്ങനെ മാറി എന്താ പറയുക, അത്രയ്ക്ക് എന്താ പറയുക, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് ഹാപ്പി ആയിട്ടോ ഈ ഒരു ലെവൽ കണ്ട സമയത്ത് നമുക്ക് എല്ലാവർക്കും ആ പുതിയ പാലത്തിലുള്ള താമസിച്ചവർക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആണ് ആ ഒരു പാലം എന്ന് പറയുന്നത്. അപ്പം പുതിയ പാലം എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ പറയുന്നത് അരീക്കോടുകാർക്ക് അത് എത്രമാത്രം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല, കാരണം അവർക്ക് ആ ഒരു ഏരിയനെ പറ്റി ഒന്നും അറിയില്ല. പക്ഷേ അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും ഞങ്ങൾ അവിടെ നിന്നിരുന്ന കാലഘട്ടത്തിലും നമുക്കത് എത്രമാത്രം പ്രഷ്യസ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. തളിയിൽ വരുന്ന ഒരു ആൾക്ക് പെട്ടെന്ന് മിംസിൻ്റെ നിയർ ബൈ ഉള്ള ബൈപ്പാസിലേക്കോ മിംസിലേക്കോ എത്തണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ പാലം വഴി ത്രൂ പോവുകയാണെങ്കിൽ കുറച്ച് സമയം, ഏതാനും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. അത്രയ്ക്ക് ഷോർട്ട് വേ ആണത്. അപ്പം എന്താ പറയുക, കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ അമ്മയുടെ ഫാമിലി മൊത്തം ഓൾമോസ്റ്റ് ഈ ഒരു പാലം ഡിപ്പെൻഡഡ് ആയിരുന്നു. കാരണം അതുവഴിയായിരുന്നു, അതിലൂടെയാണ് പാസ് ചെയ്തിട്ട് അവരുടെ വീട്ടിലേക്കും ഇപ്പോൾ എവിടേക്ക് പോവുകയാണെങ്കിലും പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞു. ഇതിലൂടെ ഇപ്പോൾ വെഹിക്കിൾസൊക്കെ പാസ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ഫോട്ടോസ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എനിക്ക് അതിലൂടെ പാസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഒരുപാട് വർഷങ്ങളായി ഞാൻ അതിലൂടെ പാസ് ചെയ്തിട്ട് ഇനി ഒരു തവണ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ പോയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.